നമ്മളിന്ന് എറണാകുളത്താണുള്ളത്. എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഡെക്കാത്തലോണിന്റെ മിസ്റ്റർ കേരള ഷോ, അതിനു വേണ്ടിയിട്ടാണ് വന്നത്. യെസ്, അങ്ങനെ എറണാകുളത്ത് വെച്ച് ഡെക്കാത്തലോൺ നടത്തിയ മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഷോന് ഇത്രയും ഗംഭീര ലൈനപ്പ് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പരിപാടി നല്ല എനർജറ്റിക് ആയിരുന്നു. എടുത്തു പറയാനുള്ളത് എല്ലാ കാറ്റഗറിയിലും ഭയങ്കര ടൈറ്റ് ലൈനപ്പാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പരിപാടി തുടങ്ങി. ആദ്യം തന്നെ സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് ആണ് നടന്നത്. അതിൽ യദു ടൈറ്റിൽ അടിച്ചുകൊണ്ട് ഷോന് തുടക്കം കുറിച്ചു. പിന്നെ ജൂനിയർ ബോഡി ബിൽഡിങ്ങിലേക്ക് കടന്നു. അതിലാണ് നമുക്ക് ഏറ്റവും പരിചിതരായിട്ടുള്ള ആദർശും ഇജാസും ഡയമണ്ട് ഫിസിക്കും ശ്രീഹരിയും ഒക്കെ ഇറങ്ങി. ഇതില് ഇവരൊക്കെ അതത് ക്ലാസ്സിൽ മെഡൽ എടുത്ത് ഓവറോൾ ടൈറ്റിൽ നമ്മുടെ ശ്രീഹരിയും തൂക്കി. ഇതിന്റെ ഇടയിൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്രൗഡ് ഭയങ്കര ക്രൗഡായിരുന്നു. സത്യം പറഞ്ഞാൽ ICNനേക്കാൾ എത്രയോ മികച്ച ക്രൗഡ്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഈ ഇൻഡസ്ട്രിക്ക് നല്ല റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ക്ലാസിക് ഫിസിക് എനിക്ക് മിസ്സായി. അങ്ങനെ മെൻസ് ഫിസിക്കിലേക്ക് എത്തി. മെൻസ് ഫിസിക്കിന്റെ കാറ്റഗറിയിലാണ് ഗോകുൽ ഇറങ്ങി. അതിൽ ബിലോ 170 ക്ലാസ്സിൽ ഗോകുൽ ഗോൾഡ് അടിക്കുകയും ചെയ്തു. ടൈറ്റിൽ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ജൂനിയർ കാറ്റഗറിയിൽ ഡയമണ്ട് ഫിസിക്ക് ടൈറ്റിൽ എടുത്ത്. സീനിയർ കാറ്റഗറി മക്കളെ സീന്, ക്രൗഡിന്റെ ആവേശം തിളച്ചു മറിയായിരുന്നു. ആ ഭാഗം നിങ്ങൾ തന്നെ കാണും. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി.